RLV രാമകൃഷ്ണന്റെ കലാമണ്ഡലം കൂത്തമ്പലത്തിലെ മോഹിനിയാട്ടം ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കാണ് മോഹിനിയാട്ടം നടത്താൻ തീരുമാനിച്ചത്. കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് മോഹിനിയാട്ടം നടക്കുക. സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മോഹിനിയാട്ടം. വിശദാംശങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. മനോജ്, ഏതായാലും സത്യഭാമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ഉയർന്നിരുന്നു. സാംസ്കാരിക കലാരംഗത്ത് നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ആരെയാണോ അധിക്ഷേപിച്ചത്, ഏതിൻ്റെ പേരിലാണോ അധിക്ഷേപിച്ചത്, ആ കലാമണ്ഡലത്തിലേക്ക് തന്നെയാണ് നിലവിൽ RLV രാമകൃഷ്ണനെ ക്ഷണിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും രാജീവ്, RLV രാമകൃഷ്ണന് വലിയ തരത്തിലുള്ള ഒരു പിന്തുണ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ വർണ്ണ അധിക്ഷേപം നടത്തിയിട്ടുള്ള സത്യഭാമയ്ക്കെതിരെ കലാമണ്ഡലം തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രിയോടെ അവിടെയുള്ള വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി എത്തി. വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ സത്യഭാമയ്ക്കെതിരെയുള്ള പ്ലക്കാർഡുകളൊക്കെ ഉയർത്തിപ്പിടിച്ചാണ് കത്തിച്ചുകൊണ്ടാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തിയത്. അതിനു പിന്നാലെയാണ് RLV രാമകൃഷ്ണനെ കലാമണ്ഡലത്തിലേക്ക് തന്നെ ക്ഷണിച്ചത്. കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിലാണ് ഈ രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം നടക്കുക. അതിൽ തന്നെ നേരത്തെ ഇത്തരത്തിൽ കലാമണ്ഡലം ഈ സത്യഭാമയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. കാരണം സത്യഭാമയുടെ പേരിൽ നിന്നും ആ കലാമണ്ഡലം എന്നുള്ള പേര്, അതായത് വലിയ തരത്തിലുള്ള അവഹേളനം സ്ഥാപനം തന്നെ നേരിടേണ്ടി വരുന്നു എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ശക്തമായി. അതിനുശേഷം ഈ RLV രാമകൃഷ്ണന് വേണ്ടി വേദി ഒരുങ്ങി. എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഈ മോഹിനിയാട്ടം നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. അതിൽ തന്നെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ അവധിയായതിനാൽ പലരും വീട്ടിൽ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികളും വന്നതിന് ശേഷം ചൊവ്വാഴ്ചയോടെ ആണ് രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം നടത്തുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അന്ന് വൈകിട്ട് 5 മണിക്കാണ് ഈ RLV രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം കൂത്തമ്പലത്തിൽ നടക്കുക. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പിന്തുണ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ RLV രാമകൃഷ്ണൻ ലഭിക്കുന്നുണ്ട്. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് ഈ മോഹിനിയാട്ടം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പല ക്യാമ്പസുകളിലും പോയിരുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജ്, അതോടൊപ്പം തന്നെ RLV കോളേജിലടക്കം അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ നമ്മൾ കണ്ടതാണ്. അവിടെയുള്ള വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം രാമകൃഷ്ണന് വേണ്ടി രംഗത്ത് വരുന്നുണ്ട്. അതോടൊപ്പം സാംസ്കാരിക മറ്റ് സിനിമാ മേഖലകളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് പിന്തുണ കൂടുതലായി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി ശക്തമാക്കുവാൻ തന്നെയാണ് RLV രാമകൃഷ്ണന്റെ തീരുമാനം. എന്തായാലും ഇത്തരമൊരു പരാമർശം ഇനി ഒരു സമൂഹത്തിനും ഇത് അനുഭവിക്കേണ്ടി വരരുത്, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് തന്റെ പോരാട്ടമെന്ന് രാമകൃഷ്ണൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെയൊക്കെ തന്നെ ആ ഒരു പ്രതിഷേധം പല മേഖലയിലും ശക്തമാവുകയാണ്. കാരണം സത്യഭാമയെ പോലൊരു നർത്തകി ഇത്തരമൊരു പരാമർശം നടത്തുമ്പോൾ അത് വരും തലമുറയെ തന്നെ അപമാനിക്കുന്നു. അതായത് കറുത്ത കുട്ടികൾക്ക് ഇത്തരത്തിൽ മോഹിനിയാട്ടം കളിക്കുവാൻ പാടുള്ളതല്ല എന്ന തരത്തിലൊരു വർണ്ണ വിവേചനം അവിടെ ഉണ്ടാക്കുകയാണ്. അതിനെതിരെയാണ് വിദ്യാർത്ഥി സമൂഹം അടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അവർക്ക് തന്നെയാണ് ഈ രാമകൃഷ്ണനെ വിധിയെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിലേക്ക് മോഹിനിയാട്ടത്തിനായി RLV രാമകൃഷ്ണനെ ക്ഷണിച്ചിരുന്നു. അതോടൊപ്പമാണ് നിരവധി വേദികളാണ് ഇപ്പോൾ RLV രാമകൃഷ്ണന് വേണ്ടി ഒരുങ്ങുന്നത്. ഇത്തരത്തിലൊരു പ്രതിഷേധ മോഹിനിയാട്ടം അത് സത്യഭാമയ്ക്കെതിരെ കൃത്യമായും ഒരു ഈ പരാമർശത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം. എന്തായാലും വലിയ തരത്തിൽ തന്നെയാണ് ഒരു പിന്തുണ എല്ലാ മേഖലയിൽ നിന്നും ഇത്തരം ഒരു പരാമർശത്തിനെതിരെ രാമകൃഷ്ണന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ, അതായത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഈ ഒരു രംഗത്തേക്ക് അദ്ദേഹം ഇത്തരം ക്വാളിഫിക്കേഷനൊക്കെ നേടിക്കൊണ്ട് അദ്ദേഹം ഈ രംഗത്തേക്ക് എത്തുന്നത്. എന്നിട്ടും അദ്ദേഹം വീണ്ടും ഈ അവഹേളനം നേരിടേണ്ടി വരുന്നു. അദ്ദേഹത്തിന്റെ ചേട്ടൻ ഉൾപ്പെടെ ആദ്യഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള അവഹേളനം നേരിട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അതും ഇത്തരമൊരു കലാരംഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഒരു അവഹേളനം നേരിടേണ്ടി വരുന്നു. അതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുകയാണ്. കേരള ജനത ഒന്നടങ്കം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. കാരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു പരാമർശം വന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ സത്യഭാമയ്ക്കെതിരെ ഉയർന്നു. സത്യഭാമ അതിൽ മറുപടി പറഞ്ഞതും വലിയ ധാർഷ്ട്യത്തോടു കൂടിയായിരുന്നു. അതൊക്കെ തന്നെ ഈ കേരള സമൂഹം കണ്ടതാണ്. അതിനു പിന്നാലെയാണ് രാമകൃഷ്ണന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ വേദി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതും സത്യഭാമ പഠിച്ച ആ ഒരു കലാമണ്ഡലത്തിൽ തന്നെ രാമകൃഷ്ണനെ ഇപ്പോൾ വേദി ഒരുങ്ങുകയാണ്. രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ ആ PhDക്കായി പോയ സമയത്തും ഇത്തരത്തിൽ അവഹേളനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. കാരണം സത്യഭാമ അന്നും രാമകൃഷ്ണനെ ഇത്തരത്തിൽ അവഹേളിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ കലാമണ്ഡലത്തിലേക്ക് തന്നെയാണ് രാമകൃഷ്ണൻ ഇപ്പോൾ മോഹിനിയാട്ടവുമായി എത്തുന്നത്. ആ മോഹിനിയാട്ടത്തിന് വേണ്ടി ഇപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ ഒന്നടങ്കം അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്. രാജീവ്, സത്യഭാമയുടെ അധിക്ഷേപത്തിന് കനത്ത മറുപടി തന്നെയാണ് കലാമണ്ഡലം നേരിട്ട് നൽകുന്നത്. ചൊവ്വാഴ്ച RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കും. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.